ഇന്നലെ രാത്രി എനിക്ക് ആയത്തിറങ്ങി. റസൂൽ പറയാണ്, വൈലുൽ ലിമൻ ഖറഅഹ, ആര് ആ ആയത്ത് പാരായണം ചെയ്യുന്നുവോ അവന് നാശം. വലം യതഫക്കർ ഫീഹ, ആ ആയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ, ആ ആയത്തിനെ കുറിച്ച് ആലോചിക്കാതെ ആരെങ്കിലും ആ ആയത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്നുവരെ അങ്ങനെ ഒരു ആയത്തിനെ? ഓതിയാൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നാശം സംഭവിക്കുന്ന ഒരു ആയത്തിനെ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തരാണ് ഏതാണ് ആ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകളിൽ ഒരു ആയത്ത്. ആയത്ത് എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യദ്കുറൂനല്ലാഹ്, അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്, ഭയപ്പെടുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവരാണവർ, പഠിക്കുന്നവരാണ്. ഗോളശാസ്ത്രത്തെക്കുറിച്ച്, എംബ്രിയോളജിയെക്കുറിച്ച്, സുവോളജിയെക്കുറിച്ച്, ബോട്ടണിയെക്കുറിച്ച് എല്ലാ ശാസ്ത്രശാഖകളിലേക്കും ആഴത്തിലിറങ്ങി ചെല്ലുന്നവരാണവർ. എന്നിട്ട് അവരുടെ പഠനങ്ങളും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും എവിടേക്കാണ് അവരെ എത്തിക്കുക? അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖത ഹാദാ ബാതിലാ, നീ ഇതൊന്നും വൃഥാവിലായി പടച്ചിട്ടില്ല റബ്ബേ, നിന്റെ ഈ സൃഷ്ടിപ്പൊന്നും ഒരിക്കലും നിരർത്ഥകമല്ല നാഥാ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്രയോ പരിശുദ്ധനാണ്, ഭയാനകമായ നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റബ്ബേ. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നിരീക്ഷണവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനവും അവസാനം ഒരു മുസ്ലിമിനെ എത്തിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയിലേക്കാണ്. നമ്മൾ എത്ര തവണ ഈ ആയത്ത് പാരായണം ചെയ്തിരിക്കുന്നു? എത്ര തവണ നമ്മൾ ഈ ആയത്ത് ഓതിയിരിക്കുന്നു? ഒരു വട്ടെങ്കിലും നമ്മൾ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ നമ്മൾ? ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ളൊരു മനസ്സാണ് പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ നമ്മുടെ പഠനം നമുക്ക് നൽകേണ്ടത്, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നൽകേണ്ടത്. അത് നമുക്ക് അതുമൂലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്, ഒരു സംശയമില്ല. നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പഠനങ്ങളും അന്തിമമായി പടച്ചവന്റെ ഉദാത്തമായ പവിത്രതയിലേക്ക് നമ്മെ എത്തിക്കുന്നില്ല എങ്കിൽ ഏറ്റവും അവസാനം ആ പഠനമെല്ലാം പരാജയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിലുമെല്ലാം ദൃഷ്ടാന്തമുണ്ട്. നാൻ അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാം. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഈ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും വരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ കാസർഗോഡ് നിന്ന് വരുന്നവരുണ്ട്, കണ്ണൂരിൽ നിന്ന് വരുന്നവരുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ട്. എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് എത്രമാത്രം നിസാരമാണ്. ഈ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള സൂര്യന്റെ മുന്നിൽ ഈ ഭൂമി എത്രമാത്രം ചെറുതാണ്. ആ സൂര്യനെ പോലെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ മഹാ ഗാലക്സിക്ക് മുന്നിൽ, ക്ഷീരപഥത്തിന് മുന്നിൽ ആ സൂര്യൻ എത്രമാത്രം ചെറുതാണ്. അതുപോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ നിലനിൽക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ മുന്നിൽ ആ ക്ഷീരപഥം എത്രമാത്രം ചെറുതാണ്. ഇതിന്റെ എല്ലാം ഉടമസ്ഥൻ, ഇതിന്റെ എല്ലാം സംരക്ഷകൻ, ഇതിന്റെ എല്ലാം കൈകാര്യകർത്താവായ അള്ളാഹുവിലേക്കാണ് നമ്മുടെ പഠനം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി നിങ്ങൾക്ക് അറിയുന്നല്ലേ? ആയത്തുൽ കുർസി അറിയാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. ആയത്തുൽ കുർസിയുടെ അവസാനം എങ്ങനെയാണ്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി എന്നാണ്. എന്താണ് കുർസി? എന്താണ് കുർസി? ആയത്ത് കുർസിയിൽ പറഞ്ഞ കുർസി എന്താണ് അറിയോ? ഖബർസ്ഥാനിൽ സലാം പറഞ്ഞോലാക്കരുത്. അർഷോ? അർഷ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചത്. പക്ഷെ അർഷല്ല. കുർസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മൗദിഉ ഖദമൈ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നത്. അള്ളാഹുവിന്റെ 2 പാദങ്ങൾ വെക്കുന്ന സ്ഥലം. അള്ളാഹുവിന്റെ 2 പാദങ്ങൾ വെക്കാനുള്ള അതിന്റെ വലുപ്പത്തെക്കുറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നത്? ഈ ആകാശഭൂമികളെല്ലാം, ആ മുഴുവൻ പ്രപഞ്ചവും ആ കുർസിയിൽ വെച്ച് കഴിഞ്ഞാൽ ഏതുപോലെയാണ് അത് ഉണ്ടാവുക? കൽഹലഖത്തിൽ മുൽഖാത്ത് ഫിൽ അർദിൽ ഫുലാത്ത്. വിശാലമായ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം വെച്ചാൽ എപ്രകാരമാണോ ആ മോതിരം നമുക്ക് തോന്നുക, അതുപോലെ മാത്രമേ അള്ളാഹുവിന്റെ കുർസിയിൽ ഈ ആകാശഭൂമികൾ മുഴുവനും വെച്ചാൽ അത് ഉണ്ടാവുള്ളൂ. ഇനി ഈ കുർസി എടുത്ത് അർശിൽ വെച്ചാലോ? അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനമാണ്. അർശിയിൽ വെച്ചാലോ? ഇതുപോലെ തന്നെയാണ്. വലിയ മരുഭൂമിയിൽ ഒരു മോതിരം വെച്ചാൽ എപ്രകാരം ഉണ്ടാകുമോ അത്രത്തോളം ചെറുതായിരിക്കും ഈ കുർസി. അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിന്റെ മലക്കുകളിൽ, അർശ് ചുമക്കുന്ന മലക്കുകളിൽ ഒരു മലക്കിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള അനുവാദം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയാണ്, ആ ഒരു മലക്കിന്റെ പെരടിയിൽ നിന്ന് ചെവി വരെയുള്ള, ചെവിയുടെ അറ്റത്തെ മാംസം വരെയുള്ള ദൂരം എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസീറത്തു 700 ആം, 700 വർഷത്തെ വഴി ദൂരമാണ് ആ ഒരു മലക്കിന്റെ ചെവിയുടെ അറ്റത്ത് നിന്ന് ആ മലക്കിന്റെ പെരടി വരെ യാത്ര ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള എത്രയെത്ര മലക്കുകൾ. പ്രവാചകൻ പറയുന്നു, ആകാശത്തൊരു സൂചി കുത്താൻ പോലും ഇടമില്ല. ഒരു മലക്ക് അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ, ഒരു മലക്ക് അവിടെ റുക്കൂ ചെയ്തിട്ടല്ലാതെ. താരതമ്യേന പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലമാണ് കേരളമൊക്കെ. ആളുകൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുക. പക്ഷെ കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെയും നിങ്ങൾ യാത്ര ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ 2 ഭാഗങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒന്നും മനുഷ്യന്മാരില്ല, എന്നിട്ടും ഹൈലി പോപ്പുലേറ്റഡ് ആണ് കേരളം എന്നൊക്കെ പറയുന്നു. പക്ഷേ മനുഷ്യനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മലക്കുകളുടെ എണ്ണം. ആ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നതാണ്, പ്രവിശാലമായ ആകാശങ്ങളിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ, റുക്കൂ ചെയ്തിട്ടല്ലാതെ. ആ മലക്കുകളോട് മുഴുവൻ അള്ളാഹു ഖിയാമത്ത് നാളായാൽ എഴുന്നേൽക്കാൻ പറയും. അപ്പൊ ആ മലക്കുകൾ മുഴുവൻ പറയും, അല്ലാഹുമ്മ റബ്ബനാ മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിന്നെ ആരാധിക്കേണ്ടതുപോലെ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് ആ മലക്കുകൾ മുഴുവൻ പറയുമെന്നാണ്. സൃഷ്ടിച്ച അന്ന് തൊട്ട് സുജൂദിലും റുക്കൂയിലുമായി കാലങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് ഇസ്രാഫീൽ സൂറിൽ ഊതാൻ പോകുമ്പോ എഴുന്നേൽക്കാൻ പറയുമ്പോ ഈ മലക്കുകൾ പറയുന്ന വർത്താനാണിത്. മാ അബദ്നാക ഹഖ്ഖ ഇബാദതിക്. പടച്ചോനെ, നിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപത്തെ കുറിച്ച് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബൈന അന യംശി, ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സമിഅതു സൗതൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞാനിതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഫറഫഅതു ബസരി, ഞാൻ എന്റെ ദൃഷ്ടികൾ മുകളിലോട്ട് ഉയർത്തി നോക്കി. ആ സമയം ഞാൻ അവിടെ കാണുകയാണ്, ഹിറയിലേക്ക് എന്റെ അടുത്ത് വന്ന മലക്ക്. ആ മലക്ക് ആകാശമണ്ഡലങ്ങളെ മുഴുവനും മറച്ചുകൊണ്ട് ഒരു കസേരയിൽ അവിടെ ഇരിക്കുന്ന കാഴ്ച. വലഹു 600 ജനാഹ്, 600 ചിറകുകൾ വിടർത്തിക്കൊണ്ട് ആകാശമണ്ഡലങ്ങളെ മുഴുവനും മറച്ച് ഭീമാകാരമായ രൂപത്തിൽ അവിടെ നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകൻ പറയുന്നു, ആ ജിബ്രീൽ എന്നെയും കൊണ്ട് ആകാശാരോഹണം നടത്തിയപ്പോ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ആകാശങ്ങൾ കിടന്ന് അവസാനം അള്ളാഹുവിന്റെ സമീപത്തെത്തുന്ന സമയത്ത് ഫഇദൽ ജിബ്രീൽ, 600 ചിറകുകളുള്ള ഭീമാകാരനായ ജിബ്രീലിന്റെ അവസ്ഥ ഇതുപോലെയാണ്. കൽഹിൽസിൽ ബാലി, പഴയ തുണി പോലെ, പഴയ തുണി പോലെ, ഒരു മൂലയിൽ ചുരുട്ടിയിട്ട പഴയ തുണി പോലെ. മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാൽ. ആ റബ്ബിനെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. ആ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലേക്കാണ്
പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ എത്തിക്കേണ്ടത് ആത്മാർത്ഥമായി ഈ ആയത്ത് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം, ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നാം പഠിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലകളിലെല്ലാം അള്ളാഹുവിലേക്കുള്ള ചിന്തയിലേക്കുള്ള വഴിയുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ ലക്ഷ്യം നാം പൂർത്തിയാക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്താണ്? പരലോകമോക്ഷമാണ്, സ്വർഗപ്രാപ്തിയാണ്, നരകമോചനമാണ്, യാതൊരു സംശയവുമില്ല.